നമസ്കാരം. ഇതുപോലെയുള്ള സാഹചര്യമാണ്, അതായത് ഇപ്പൊ മഴയുടെ ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ അടുത്ത് തന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജ്വല്ലറിയിൽ വരാൻ എല്ലാവരും മടിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം ഇവിടെ വന്നവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവരെ ഇവിടെ വന്നവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ഇവിടെ എന്താ പേരെന്തായിരുന്നു സാറേ? പെർസുള്ളതാണ്. എവിടെയാ വീട്? ഇവിടെ അയ്യപ്പഞ്ചേരി. മേഡം രണ്ടുപേരും കൂടി വന്നതാണ് അല്ലേ? ഓക്കെ. ഇവിടെ വന്നിട്ട് ഉണ്ടായ സാഹചര്യങ്ങൾ ഒന്ന് പറയാമോ? ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സർവീസും കാര്യങ്ങളും ഒക്കെ തൃപ്തിയായിരുന്നു. അത് വേറൊന്നുമല്ല, ഇത് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരമാകാൻ വേണ്ടിട്ട് കൂടിയാണ്. സാറിന് എന്താണെന്ന് വെച്ചാൽ അത് തുറന്ന് പറയാം. ഇവിടെ പരസ്യം കണ്ടുവന്നാണ്. അപ്പൊ മേഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, വളരെ നല്ല സർവീസാണ്. ഓക്കെ. ഇനിയും ചിട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, ചേരാം. ഓക്കെ, താങ്ക് യു കേട്ടോ. വളരെ സന്തോഷം. കാര്യം ഇത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. സന്തോഷം. മോളുടെ പേരെന്തോ? ശിവപ്രിയ. മോള് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണോ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലേ? ഏത് സ്കൂളിലാണ്? വളവനാട് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? മേഡം എന്തായിരുന്നു ഇവിടെ വന്നിട്ടോ എടുക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? പരസ്യമൊക്കെ കണ്ടിട്ടാണോ? പരസ്യം കണ്ടിട്ടാണ് വന്നത് അല്ലേ? മോളും പറഞ്ഞായിരുന്നോ ഇതുപോലെ ഇവിടെ വരണമെന്ന് വല്ലതും പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ. എന്നിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ വരാറുള്ളതാണ് അല്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും വരാനുള്ളവർക്കോട് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാൻ പറ്റുമോ? ഇനി വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വരുന്നവരുടെ അനുഭവം കൂടി അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. മറ്റുള്ളവർ വരുമ്പോൾ അവർക്കും കൂടി ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് പറയാമോ? എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ മതി. സാധാരണക്കാർക്കൊക്കെ വരാൻ പറ്റുന്ന അതാണല്ലേ, സാധാരണക്കാർക്ക് വരാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണ്. ഓക്കെ. അപ്പൊ മോൾ ഇനി എല്ലാ സ്കൂളിലൊക്കെ ചിലപ്പോൾ പറയത്തില്ലേ ഇവിടെ ഹാപ്പി ഗോൾഡ് വരണം പറയൂ അല്ലേ? ഓക്കെ, താങ്ക് യു കേട്ടോ. ശരി. അപ്പം മോളാണോ മോനാണല്ലേ? മോൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് തൊട്ടിയിൽ. നമ്മൾ അതിന് വേണ്ടിയിട്ട് തൊട്ടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണം. കാര്യം ഇവിടെ വരുമ്പോഴത്തേക്ക് മോനെ പിടിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഗോൾഡ് നോക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്തേക്കണം. നല്ല കാര്യമല്ലേ ഇങ്ങനെ അല്ലേ? നമ്മൾ ഒരു സാധാരണ ഹോട്ടലുകളിലൊക്കെയാണ് വെക്കണമെങ്കിൽ ജ്വല്ലറിയിൽ വെക്കണമെന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ട്. കാര്യം ഒത്തിരി പേര് ഇവിടെ വരുമ്പോൾ ഈ ഗോൾഡ് നോക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അമ്മയായിരിക്കും. അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടായാലും കൂടെ ഇരുന്ന് അവർക്കും കൂടി നോക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഇനി എവിടെയായിരുന്നു സ്ഥലം? വീട് അർത്തിങ്കൽ അല്ലേ? സാറ് അർത്തിങ്കൽ. രണ്ടുപേരും കൂടി പർച്ചേസിന് വന്നാണ് മാറി എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അല്ലേ? മാറി എടുക്കാൻ വേണ്ടി. നമ്മുടെ ഇവിടെ വന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ പരസ്യം കണ്ടിട്ടാണോ വന്നത്? പരസ്യം കണ്ടിട്ടാണ് വന്നത് അല്ലേ? ഓക്കെ. 4 പ്രാവശ്യമായി വരാൻ തുടങ്ങി. 4 പ്രാവശ്യത്തിന് വേണ്ടി. ഓക്കെ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം ആണെന്നോ അല്ലേ കാണുന്നത്? കണ്ടിട്ടുണ്ട്. തിരക്കായിരിക്കുന്നോണ്ടായിരിക്കും. അപ്പം എന്തെന്നാ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഇനി വരാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വേറെ എന്തിനും വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ഗോൾഡിന്റെ ഐറ്റവും കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ജ്വല്ലറിയും കാണിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ജ്വല്ലറിയും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഇവിടെ വരുന്നവരുടെ ഫീഡ്ബാക്ക്, അവര് വന്നിട്ട് എന്തുണ്ട്, അനുഭവം എന്തായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു, ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറയാമോ? ഉള്ള ഐറ്റംസ് ആണ് നമ്മളിവിടെ. അഫോർഡബിൾ ആണ്. അങ്ങനെയാണ് കൂടുതലായിട്ട് നമ്മൾ ഇവിടെ വന്നത്. നമുക്ക് ആ ഒരു ഇച്ചിരി ഹെവി ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ഗോൾഡ് റേറ്റ് അത്രയും ഹെവി ആയിട്ട് നടക്കാൻ പറ്റില്ല. ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യും. ഡെയിലി യൂസിന് നല്ലതാണ്. ഓക്കെ. അപ്പം വളരെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സ്വർണ്ണ വില ഇങ്ങനെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് അത് എടുക്കാൻ പറ്റുന്നത് തന്നെ നല്ല കാര്യം തന്നെ. അപ്പം സന്തോഷം. ഇനിയും വരിക കേട്ടോ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കേട്ടോ. കാര്യം ഈ ഒരു സ്വർണ്ണവില ഇപ്പൊ ഏറ്റവും കൂടിയ വിലയാണ്, ടോപ്പ് വിലയിലാണ് നിൽക്കുന്നത്. സ്വർണ്ണവില എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെയുള്ള ഇനി സ്വർണ്ണവില ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറിലോട്ട് വരിക. അപ്പം ഇവിടെ നിങ്ങൾക്ക് മാക്സിമം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു തരാം.
ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫും എല്ലാവരും ഉണ്ടാവും, കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കുട്ടികളുണ്ട്, എങ്ങനെ വരും, ഇപ്പോഴത്തെ ഈ ഒരു മഴയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു കാര്യം ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ജ്വല്ലറിയിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴയായതുകൊണ്ടും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടികളെ ഇങ്ങനെ കൊണ്ട് ഇവിടെ നിർത്താനും ഒക്കെ ഉറക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്കിവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ ഒരു പരിമിതിയിലാണെങ്കിലും ചെറിയ സൗകര്യമാണെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ്. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഷെയർ ചെയ്തോ, കമൻറ്റ് ചെയ്തോ. റിങ് സമ്മാനമായിട്ടുണ്ട് കേട്ടോ. ബൈ.